റാം നാരായൺ റാം. റാം നാരായൺ റാം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ധർമ്മവും കർമ്മവും എന്ന വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നു. ധർമ്മവും കർമ്മവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി കരുതപ്പെടുന്നു. പലരും പറയുന്നു നമ്മുടെ കർമ്മമാണ് നമ്മുടെ ധർമ്മം. ചിലർ പറയാറുണ്ട് ധർമ്മത്തിൻ്റെ സംരക്ഷണമാണ് ഏറ്റവും വലിയ കർമ്മം. ഞങ്ങളുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പ്രാചീന കാലത്ത് ഓരോ വ്യക്തിയും ഇതുപോലെ പറയുന്നു, കർമ്മമാണ് നമ്മുടെ ധർമ്മം. നിങ്ങൾ ഏതൊരു മതഗ്രന്ഥവും തുറന്നു വായിച്ചാൽ ഇത് തന്നെ കാണും. മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി പറയുന്നു, കർമ്മ മനുഷ്യൻ ചെയ്യുന്നത് അല്ല, മറിച്ച് അത് നമ്മുടെ സൃഷ്ടി തന്നെ നടത്തുന്നു. അത് നമ്മെ ഇവിടെ എത്തിച്ചതും സൃഷ്ടിച്ചതുമാണ്. അതായത് ആകാശവും പ്രകൃതിയും. നാം ഇതിൽ നിന്നാണ് പിറന്നത്. മനുഷ്യൻ ഇന്ന് എന്ത് കൈവശം വച്ചിരിക്കുന്നുവോ അതെല്ലാം ആകാശവും പ്രകൃതിയും തന്നതാണ്. ആകാശം, ഭൂമി, ജലം, വായു, ഊർജം എന്നീ പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇവ ഇല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കാനും ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് കർമ്മം ഇവയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. മനുഷ്യൻ ചിന്തന മാത്രമാണ് ചെയ്യുന്നത്, സിദ്ധാന്തങ്ങളനുസരിച്ച് നീങ്ങുന്നവനാണ്. ആകാശം പ്രകൃതിയെ സൃഷ്ടിച്ചു, സൃഷ്ടിയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചു. ഇവയെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇവയിലൂടെ നമുക്ക് ഊർജം ലഭിക്കുന്നു, ഞങ്ങളുടെ ബോധം സജീവമാകുന്നു, ഞങ്ങളുടെ വിവേകമുണ്ടാക്കുന്നു. മനുഷ്യൻ എന്തു ചെയ്യുന്നുവോ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേകം പറയുന്നുണ്ട്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും എത്രയോ തവണ നാം മറ്റൊരാളുടെ മനസ്സിനോ മനസ്സിലാക്കാതെ തന്നെ ദുഃഖമുണ്ടാക്കുന്നു. നമ്മളെ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞാൽ ആരും അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ വിവേകമാണ് നമ്മെ ശരിയായ വഴി കാട്ടുന്നത്. ഈ രീതിയിൽ ചിലപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാനസിക സമ്മർദ്ദവും നിരാശയും നമ്മെ പിടിയിലാക്കും. അവസാനിച്ചാൽ മെഡിറ്റേഷൻ വളരെ സഹായകരമാകുന്നു. മെഡിറ്റേഷൻ നിങ്ങളെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും വിവേകവും ശക്തവും ആകുകയും ചെയ്യും. അതുകൊണ്ട് ഓരോരുത്തരും മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സും വിവേകവും നിയന്ത്രണത്തിൽ ആയാൽ നല്ല കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അവ നിങ്ങളുടെ ധർമ്മമായി മാറും. മെഡിറ്റേഷൻ ഒരു തരത്തിലുള്ള ശബ്ദ ഊർജമാണ്. അത് ശരീരത്തിലിരിക്കുന്ന അനേകം ആത്മാക്കൾക്ക് ഊർജം നൽകുന്നു. ഈ ശബ്ദ ഊർജം പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് പ്രകൃതിയും ആകാശവും ബ്രഹ്മാണ്ടവും നമ്മുടെ സ്രോതസ്സാണ്. റാം നാരായൺ റാം എന്ന പേരിൽ നിങ്ങൾ ഒന്നടങ്കം ബ്രഹ്മാണ്ടത്തോട് ബന്ധപ്പെട്ടു പോകും. ഇതൊരു ബീജമന്ത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ജപിക്കുകയും കർമ്മവും ധർമ്മവും ശുദ്ധവും നടക്കുകയും ചെയ്യും. റാം നാരായൺ റാം.